ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സി ഫാമിലി. ആക്ച്വലി നമ്മളിപ്പോൾ ചൈനയിലുള്ള ബെയ്ജിങ്ങിലാണ് ഉള്ളത്. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ഫോർബിഡൻ സിറ്റിയുടെ എക്സിറ്റ് ഗേറ്റിലാണുള്ളത്, അതായത് ഔട്ട് സൈഡാണുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ദർ ആർ പീപ്പിൾ ഔട്ട് സൈഡിൽ നമുക്കിങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ലൈക്ക് സൈക്കിൾ റിക്ഷയ്ക്ക് വേണ്ടിയിട്ട്. 20 元，也是这个色儿，也是这个色颜色，哎，这个色，这个色。 അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ അവിടെ അവർക്ക് തന്നെ പേ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ബസ്സിൽ കയറി പോകും. അവരോട് കുറച്ച് ബാർഗനൊക്കെ ചെയ്യണം. പിന്നെ ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലോക്കൽ എക്സ്പീരിയൻസ്. തന്നൊക്കെ പറയും എപ്പോഴും ഇങ്ങനെ ഓരോ കൺട്രി പോയാൽ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ ബസ്സിൽ ഇരുന്നിട്ടുണ്ട്. ഹലോ ചാനൂസേ, I'm so excited. It's been long. I've been on തന്നൂക ഫ്രണ്ടിന് അങ്ങനെ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഞാൻ തിന്നില്ല. നല്ല രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണാൻ. ഇവരെ ഈ ഒരു സ്ട്രീറ്റൊക്കെ നല്ല രസമുണ്ട്. അതായത് ഈ ഒരു വിന്ററിന് കണക്കായ ഒരു എന്താ പറയാ, നമ്മൾ ആക്ച്വലി വിൻ്റർ സീസണിലാണ്, അതായത് ഡിസംബറിലാണ് ഇപ്പോൾ ഈ ബെയ്ജിങ്ങിലുള്ളത്. എന്നാലും എന്താ പറയുക, ആ ഒരു വിൻ്റർ വൈബിലും ബെയ്ജിങ് കാണാൻ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. Shisha Hill Sports School. Yeah, he told two. ആക്ച്വലി ഒരു റിക്ഷയിൽ ഓൺലി 2 people ക്യാൻ സിറ്റ്. അപ്പോൾ ഞാനും ഷാനും തന്നൂക്കി പൊന്നു ഇരിക്കാനായിരുന്നു ആദ്യം പ്ലാനിട്ടെ. പിന്നെ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്നു വേഗം വന്ന് എൻ്റെ അടുത്തിരുന്ന്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ബിയിലേക്ക് മാറി. What are you thinking? Oh, it looks so nice. നമ്മളിങ്ങനെ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക. അതിനോട് ഇറങ്ങിയ ഫോട്ടോ എടുത്തരാൻ പറയണല്ലേ. നമ്മുടെ ബാക്കിൽ അവരിങ്ങനെ വരുന്നുണ്ട് അല്ലേ. നല്ല രസമുണ്ട് ഇതിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോവാൻ. പാവം മൂപ്പര് നന്നായി ചവിട്ടുന്നുണ്ട്. ഇവരുടെ ദേശീയ ഭക്ഷണം തോന്നുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആക്ച്വലി ഇതിങ്ങനെ മാറ്റിയാൽ ഇവിടെ ക്ലാരിറ്റി കിട്ടും. പക്ഷെ നല്ല തണുപ്പടിക്കുന്നില്ല. എന്ത് രസം എവിടെയെല്ലാം നോക്കിയാൽ. വെരി നൈസ്. ചൈനയിലെ ഉൾവഴികളിൽ കൂടി യാത്ര ചെയ്യാൻ നോക്കിയാൽ ഗ്രാമങ്ങളിൽ കൂടി യാത്ര ചെയ്യാൻ. പാവം നമ്മളെ കൊണ്ട് കുറേ സമയമായി ചവിട്ടുന്നു. ഷെയർ ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്കൊരു ചെറുത് വാങ്ങിച്ചാൽ തന്നെ നോക്കാം. This has mix of everything. This one. Okay. എടുക്കട്ടെ. 刀削面18元。 ഷാനു കയറിക്കോ. അപ്പത്തേക്ക് പൊന്നു കയറിക്കോ. പൊന്നിന് ഒന്ന് വാഷ്റൂമിൽ പോകണോടാ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് ടിനമൻ സ്ക്വയർ. അതായത് വൺ ഓഫ് ദ ലാർജസ്റ്റ് പബ്ലിക് സ്ക്വയേഴ്സ് ഇൻ ദ വേൾഡ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് ഐക്കോണിക്കൽ പ്ലേസ് ഇൻ ബെയ്ജിങ്.
നമുക്കിവിടെ പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിനമൻ സ്ക്വയറിൻ്റെ ഈ ഒരു ഗേറ്റിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് വലിയൊരു പോർട്രേറ്റ് കാണാൻ പറ്റും. അതായത് മാവോ സെതങ്, അതായത് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ചൈന എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്ന് വിചാരിക്കുന്നു, മാവോ സെതങ്. അപ്പോൾ ഈ ഒരു ടിനമൻ സ്ക്വയർ, അതായത് ഈ ഒരു ഗേറ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു മെയിൻ എൻട്രൻസ് ആണ്, അതായത് ഫോർബിഡൻ സിറ്റിയുടെ. അപ്പോൾ പഴയ കാലത്ത്, അതായത് ഈ ആൻഷ്യൻ ടൈംസിലൊക്കെ ഈ എംപറേഴ്സൊക്കെ ഈ ഒരു ഗേറ്റ് ത്രൂ ആണ് അവർ ഓരോ ഇമ്പോർട്ടൻറ്റ് സെറമണിക്കൊക്കെ പോയിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ അകത്തുള്ള മ്യൂസിയത്തിലൊക്കെ കയറി. പിന്നെ അതിനടുത്ത് തന്നെ സുവനീറിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇത് 3 പറഞ്ഞത്. ഇത് ഹാപ്പിനെസ്, ഇത് ഗുഡ് ഫോർച്യൂൺ, ഇത് മണി. വി നീഡ് ഹാപ്പിനെസ്. ഇത് കണ്ട നമ്മുടെ മുടിയൊക്കെ പാറുന്ന കാണുമ്പോൾ മനസ്സിലാകില്ലേ എത്ര തണുപ്പുണ്ട്. Ding dong, ding ding dong. അങ്ങനെ കുറച്ച് സമയം അവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കാനിറങ്ങി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ടിനമൻ സ്ക്വയർ ഫ്രീ ആണ്. ബട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മളിത് ഓൾറെഡി രജിസ്റ്റർ ചെയ്യണം ഓൺലൈനിൽ ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ വിത്ത് അവർ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഫോർ സെക്യൂരിറ്റി റീസൺ. അല്ലാണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. കാരണം ഫോർബിഡൻ സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പെയ്ഡ് ടിക്കറ്റ് വേണം. ഇത് ഫ്രീ ആണെങ്കിൽ കൂടി നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ചൈനയിൽ പോകുമ്പോൾ എല്ലാം നമ്മൾ ആദ്യം തന്നെ, അതായത് ഇൻ അഡ്വാൻസ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കണം. പൊന്നുഷിക്കട്ടി അനക്ക് വേണ്ടേ മക്കളെ? ഇത് കണ്ടോ, ഇവിടെ വീഴുന്ന ഓരോരോ ചെറിയ എന്താ പറയാന് മരത്തിന്റെ കൊമ്പുകൾ എടുക്കാം. ഇറ്റ്സ് നൈസ്. ഇങ്ങനെ ആരെങ്കിലും കണ്ടിനാ തണുത്ത് വരച്ചിട്ട് ഐസ്ക്രീം കുടിക്കുന്ന വേറൊരാളിതാ ഷാനൂസേ, എല്ലാം തണുത്തത് മാത്രം കുടിക്കും. അതിൻ്റെ ഹോട്ടലേ ഇതെന്റെ പൊന്നു. ഇത് നമുക്ക് സൈക്കിള് റെന്റിനെടുക്കാം. എല്ലാം ഇവിടെ ഇങ്ങനെ ആലിപ്പ് ആ ഒരു ഇതിൽ തന്നെ എല്ലാം എടുക്കാൻ പറ്റുന്ന. അങ്ങനെ നമ്മൾ അടുത്ത ടെമ്പിൾ ഓഫ് ഹെവനിൽ പോവാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാ ടെമ്പിൾ ഓഫ് ഹെവൻ. ഓ, ഈരാണോ ഇത്ര വലിയ കഥ? കിങ് ഹായ്, ഈരാണ് ലെവന്മാര്. നല്ല ആൾക്കാരാ. കുറച്ച് കൂട്ടി പറയാ, പിന്നെ നമ്മള് കുറച്ച് പറഞ്ഞ നോക്ക്. ഇത് കണ്ട ഈ കാറിന് ബാക്ക് സെന്റർ മിററിന് പകരം ക്യാമറ. അതെന്താ അങ്ങനെ? സെന്റർ മിററിന് പകരം ടിൻ ടാൻ ടാൻ ടാൻ天 OK 弹弹弹天弹让我今生今世不忘怀。对，他都8分制了。对，你就是 you， 对，你就是 you， you。的爱，今生今世难忘怀。good， 不客气啊，不用谢，不用谢啊，对，OK，这个，OK，拜拜。拜拜，拜。
അങ്ങനെ നമ്മൾ ടെമ്പിൾ ഓഫ് ഹെവൻ എത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ 3:38 ആയുള്ളൂ. പക്ഷേ സൺലൈറ്റ് എല്ലാം പോയി. ഇപ്പോൾ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇരുട് വരും. അങ്ങനെ വി ആർ ഗോയിങ് ടു എൻറ്റർ. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ എന്താണെന്നറിയോ? ഞാൻ പറ. Here every place has two names, Chinese names, English names. If you say to them, ആക്ച്വലി നമ്മളെ നാട്ടിലും അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടുകാർക്ക് അത് ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷെ ഇവർക്ക് അത് പറഞ്ഞാൽ തീരെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ടാക്സി ഡ്രൈവർ നമ്മളെ പഠിപ്പിച്ചു തന്നത് തിങ് താങ്, അതായത് ഈ ടെമ്പിൾ ഓഫ് ഹെവൻ പറയുന്ന ചൈനീസ് നെയിമാണ് പഠിപ്പിച്ചു തന്നത് നമുക്ക്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാണ്. നമ്മളിങ്ങനെ നടക്കുക, ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് അയാൾ ഒരുപാട് നടത്തിക്കുന്നുണ്ട്. തണുപ്പ് നല്ല കൂടി 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 വരാ. It's too much. നല്ല തണുപ്പാണ് ഇപ്പോൾ. എൻ്റെ അമ്മ, ഇതാണ് ടെമ്പിൾ ഓഫ് ഹെവൻ. when people they don't get rain, they pray here once in a year. ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കൂ. ഷാനു ആക്ച്വലി നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് അവിടുത്തെ മൊത്തം ഹിസ്റ്ററി പഠിച്ചു വെക്കും, എന്തൊക്കെയാ ഏതൊക്കെയാ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഷാരു ആയിരുന്നു ഓരോന്നും പറഞ്ഞിരുന്നത്. അതെങ്ങനെ വെച്ചാൽ ഈ ഒരു ടെമ്പിൾ ഓഫ് ഹെവനിൽ ചൈനീസ് എംപറേഴ്സ് വൺസ് ഇൻ എ ഇയർ ആണ് പോയിക്കൊണ്ടിരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഗുഡ് ഹാർവസ്റ്റിന് വേണ്ടിയിട്ട്. ഈ ഒരു വിൻ്റർ സീസണിലാണ് ഈ ഒരു പ്രെയർ നടന്നിരുന്നത്. ആക്ച്വലി ഈ ഒരു ടെമ്പിളിന് 600 ഇയേഴ്സ് 600 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ അവിടുത്തെ ആർക്കിടെക്ചർ എല്ലാം കൂടി നല്ല രസമുണ്ടായിരുന്നു. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കൊരു സൺസെറ്റിൻ്റെ ടൈമായി, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോ സെഷൻസ് ഗോയിങ് ഓൺ. ഇങ്ങനെ വന്നിട്ട് ഇവരൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു രസമാണ്. ഇവിടെയും നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ഓൾറെഡി എന്തായാലും നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ പോയാൽ വെറുതെ നമുക്ക് എൻട്രി കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് കാറിലേക്ക് കയറാണ്. ഫാസ്റ്റ്. നമ്മൾ KFC കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഹായ് പൊന്നു, ഹാപ്പി ആയ? എൻ്റെ മുടിയെല്ലാം നോക്കിയ KFCയും പിസ്സ ഹട്ടും എല്ലാം ഒരുമിച്ചിട്ട് തന്നെയുള്ള. ലെറ്റ്സ് ഗോ. Every country. അങ്ങനെ തന്നൊക്കെ ഷാനു അവിടെ ഇരുന്നിട്ട് KFC ഓർഡർ ചെയ്യുന്നുണ്ട്. ഹലോ, എന്തൊക്കെയാ കഴിച്ചേ? റോഡിൽ സൈഡിൽ കിട്ടുന്ന ഓരോന്ന് കഴിക്കുന്നില്ലേ? അങ്ങനെ KFC കിട്ടി. സ്പൈസി ഇല്ല, ഒറിജിനലേ ഉള്ളൂ. ഇതായിരിക്കാം ബർഗറൊക്കെ.
അങ്ങനെ നമ്മൾ KFC ഒക്കെ കഴിച്ച് പിന്നെയും ഞങ്ങൾ ആക്ച്വലി റൂമിലേക്കല്ല പോകുന്നത്. പിന്നെയും നമ്മൾ രാത്രിയത്തെ കുറച്ച് എന്താ ചൈന ടൗൺ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാന്ന്. ഏൻഷ്യൻ ചൈന ടൗൺ ഒക്കെ ഉണ്ട്. അങ്ങനെ പോവാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ രാത്രിയത്തെ ചൈനയുടെ രാത്രി കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masalama.